വിദ്യാർത്ഥികളിൽ പത്രവായന അന്യം നിന്ന് പോകാതിരിക്കാനായി മാതൃഭൂമി വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം മലയാളം. വിദ്യാലയങ്ങളിൽ എത്തുന്ന മാതൃഭൂമി പത്രത്തിലെ വാർത്തകളും മറ്റും വിശകലനം ചെയ്യുകയാണ് ഇതിലൂടെ വിദ്യാർത്ഥികൾ ചെയ്യുന്നത്. പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ മാതൃഭൂമി പത്രത്തിലൂടെ വിദ്യാ പേജും കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷം മുതൽ പത്രവായന കരിക്കുലത്തിന്റെ ഭാഗമാവുകയാണ്. വായനയിലേക്ക് പുതിയ തലമുറയെ ഒപ്പം കൂട്ടുക എന്നതാണ് മാതൃഭൂമി ലക്ഷ്യമിടുന്നത്. ഈ കാണാൻ പോകുന്ന വീഡിയോകൾ ചിത്രീകരിക്കുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. മൂന്നാം പക്കം ജോയിയെ കിട്ടി. ജീവനില്ലാതെ കാണാതായ സ്ഥലത്തു നിന്ന് 1 കിലോമീറ്റർ മാറി മൃതദേഹം കണ്ടെത്തി. എടി, ഇന്ന് നമ്മൾ വായിച്ച വാർത്ത തിരുവനന്തപുരത്ത് മാത്രം പ്രശ്നമാണോ? അല്ല, ഇതിനെന്താണ് ശരിക്കുമുള്ള പരിഹാരം? പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്നതാണ് ഏറ്റവും വലിയ പരിഹാരം. തിരുവനന്തപുരത്തെ മാലിന്യത്തോട്ടിൽ കാണാതായി ജീവൻ പൊലിഞ്ഞ ജോയിയുടെ മൃതദേഹം ലഭ്യമായതോടെ അവസാനിക്കേണ്ടതല്ല ഈ പ്രശ്നം. ഉത്തരവാദി ആരെന്ന ചർച്ചയേക്കാൾ പ്രധാനം ആവർത്തിക്കാതിരിക്കാൻ നാം സ്വീകരിക്കേണ്ട നടപടികൾ കണ്ടെത്തുകയാണ്. ഓടകൾ നിറഞ്ഞു കവിഞ്ഞ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുന്നതിന്റെ ഉറവിടം അന്വേഷിച്ച് ദൂരെങ്ങും പോകേണ്ടതില്ല. നമ്മുടെ വീടുകളിലും സ്കൂളുകളിലും ഒക്കെ ദിവസേന പ്ലാസ്റ്റിക്കുകൾ എത്താറുണ്ട്. ആ പ്ലാസ്റ്റിക്കുകളെ എങ്ങനെ നമുക്ക് പുനരുപയോഗത്തിലൂടെ നമുക്ക് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ സ്കൂളിലെ ഈ രീതിയിലാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുന്നത്. അതിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ നമ്മുടെ വീട്ടിൽ എന്തുമാത്രം പ്ലാസ്റ്റിക് കവറുകൾ, മിഠായി കവറുകൾ, ബിസ്ക്കറ്റ് കവറുകൾ ഇവയൊക്കെ എത്തും എന്നുള്ളത് നമുക്കറിയാം. ആ എത്തുന്ന പ്ലാസ്റ്റിക്കുകളെ നമ്മൾ ഏതെങ്കിലും മറ്റൊരു വലിയ പ്ലാസ്റ്റിക് കിറ്റിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു. ഓരോ ആഴ്ചയിലും ഇങ്ങനെ കിട്ടുന്ന പ്ലാസ്റ്റിക്കുകൾ, കവറുകൾ, കിറ്റുകൾ ഇവയൊക്കെ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നു. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്ന പറയുമ്പോഴത്തേക്ക് കത്രി ഉപയോഗിച്ച് ചെറിയ ചെറിയ പീസാക്കുന്നു. ആ പീസുകളെ ഈ രൂപത്തിൽ നമുക്ക് ആ പീസുകളാക്കാം. ഈ രൂപത്തിലെത്തുന്ന പീസുകളെ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ കിട്ടുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതുമായ കുപ്പിവെള്ളത്തിന്റെ ഒഴിഞ്ഞ പൊട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് 1 ലിറ്ററിന്റെ എടുക്കാം, 700 ml എടുക്കാം, അങ്ങനെ ഏത് നമുക്ക് കിട്ടുന്നത് അതിന്റെ ലഭ്യത അനുസരിച്ച് നമ്മൾ ഈ മുറിച്ചിട്ട പ്ലാസ്റ്റിക് പീസുകൾ ഈ കുപ്പിയിലേക്ക് നിറയ്ക്കുന്നതിന് ഒരു കമ്പ് ഉപയോഗിക്കുന്നത് എപ്പോഴും ഉത്തമമായിരിക്കും. നമ്മളിത് കുത്തി നിറച്ച് കൊടുക്കുക. കുത്തി നിറയ്ക്കുമ്പോൾ നമുക്ക് അതിനെ ടൈറ്റായി കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ കൊള്ളുന്നതിന് അവസരം എടുക്കാൻ കഴിയും. അങ്ങനെ കുത്തി നിറച്ചും ആയ പ്ലാസ്റ്റിക് കുപ്പി ഏകദേശം ഒരു 350-400 ഗ്രാം വെയിറ്റ് വരുന്നത് വരെ നമ്മൾ തിക്കായിട്ട് തന്നെ നിറയ്ക്കുക. അപ്പൊ നമുക്ക് ഒരു കുപ്പിയിൽ നിറയ്ക്കാൻ ഒരാഴ്ചയിലെ പ്ലാസ്റ്റിക് വീണ്ടും വേണ്ടി വരും. എന്ന് വെച്ചാൽ അധികമായിട്ട് വേണ്ടി വരും. ഒരു കുപ്പിക്കകത്ത് ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ കൊള്ളും. ആ തരത്തിലേക്ക് നമ്മൾ നിറച്ചതിന് ശേഷം നന്നായിട്ട് ഇത് അടച്ച് സൂക്ഷിക്കുക. ഇത് അടച്ച് സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് മറ്റൊരു ഉപയോഗ സാധ്യത, കട്ടയ്ക്ക് പകരം ഇരിപ്പിടങ്ങളോ അല്ലെങ്കിൽ ഈ മരത്തിന് ചുറ്റുമുള്ള ഒരു ഭിത്തിയായിട്ടോ ഒക്കെ കെട്ടി നമുക്ക് ചെടിച്ചട്ടികൾ വയ്ക്കുന്നതിനും അതുപോലെ തന്നെ സ്കൂളിലും പൊതുയിടങ്ങളിലും ഒക്കെ ആണെങ്കിൽ ഇരിക്കുന്നതിനും ഒക്കെ അത് ഉപയോഗപ്പെടുത്താം. അതുപോലെ നമ്മൾ കട്ടയ്ക്ക് പകരം ഈ പ്ലാസ്റ്റിക് നിറച്ച കുപ്പിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെയുള്ള പ്ലാസ്റ്റിക്കിനെ പുനരുപയോഗത്തിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളൊരു ധാരണ നമുക്ക് പൊതുസമൂഹത്തിലേക്ക് പാസ് ചെയ്യാൻ കഴിയും.